വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം നമുക്കറിയാം. CJPയുടെ ജന്തർ-മന്ദറിൽ നടങ്ങിയ സമരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നു. പ്രത്യേകിച്ച് പോലീസിലെ ഒരു വിഭാഗം ഷെല്ലറ്റ് ആക്രമണം നടത്തി. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ പറയേണ്ട കാര്യം ബീഹാറിൽ AK-47 റൈഫിൾ ഉപയോഗിച്ച് വരെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായി. അത് അവിടുത്തെ ബീഹാറിലെ കാര്യം. പക്ഷെ ഡൽഹിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷെ ഡൽഹിയിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഷെല്ല് ഉപയോഗിക്കുന്നു, സ്ത്രീകൾക്കെതിരെ, ലേഡീസിനെതിരെ പിന്നെ ഈ പറഞ്ഞ പോലെ വടി എടുത്തെങ്ങാണ്ട് അവരെ കുത്തുന്നു, അവരുടെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നു. ഇത്തരത്തിലെല്ലാം അതിരൂക്ഷമായ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത, അവർക്കാണെങ്കിലും അച്ഛനും അമ്മയും മക്കളൊക്കെ അവർക്കുള്ളതാണ്, പെൺമക്കളായാലും. അപ്പൊ ഇത്തരത്തിൽ ഡൽഹി പോലീസ് അത് ചെയ്യുന്നത് മാത്രമല്ല, അത് കാണിച്ച് മറ്റേ പോലീസിനോട് കാണിച്ച് ചിരിക്കുന്നു വരേണ്ടവര്. അപ്പൊ ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം അന്ന് പുറത്തു വന്നായിരുന്നു. എന്നിരുന്നാൽ പോലും ഇതൊക്കെ ചെയ്തിട്ടും ആ പോലീസിനെതിരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു FIR എടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. സമരം ഇതുവരെ കഴിഞ്ഞിട്ടും ഒന്നുമല്ല. ഏറ്റവും അവസാനം ഇന്നലെ രാഹുൽ ഗാന്ധി ഇത് ഏറ്റെടുക്കുന്നു. രാഹുൽ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരോട് മാന്യമായ രീതിയിൽ പറയുന്നു, എടുക്കണം, ഇതൊക്കെ ഉണ്ടായത്. അവരെടുക്കില്ല എന്ന് പറയുന്നു. ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി പറയുന്നു, എന്നാൽ പിന്നെ നിങ്ങൾ പോലീസിന് ആരും പുറത്തോട്ട് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇവിടെ ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷന് പുറത്ത് കുത്തിയിരുന്ന അവിടെ 5 മണിക്കൂറോളം ഇരുന്ന് സമരം ചെയ്യുന്നു. ഏറ്റവും അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് ഏറ്റവും അവസാനം FIR ഇടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കോൺഗ്രസിന്റെ ലീഗൽ സെല്ലിലോട്ട് ഈ CJP സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളടക്കം യുവാക്കളടക്കം നല്ലൊരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ ലീഗൽ സെല്ലിലോട്ട് പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് തല്ലുകൊണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഷെല്ലറ്റ് ആക്രമണം ഏറ്റിട്ടുണ്ട്, ഞങ്ങൾ സ്വകാര്യ ഭാഗത്ത് ഇടിച്ചിട്ടുണ്ട്, അടിവയറ്റത് ചവിട്ടിയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നു എന്നുള്ളത്. അപ്പോൾ CJPയുടെ മൊത്തം സമരവും ഇപ്പൊ തിരിഞ്ഞും കണ്ട്, അല്ലെങ്കിൽ അടിയേറ്റ മൊത്തം വിദ്യാർത്ഥികളും രാഹുൽ ഗാന്ധിയുടെ കൂടെ അണിനിരക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നു. മാത്രമല്ല, ഇത് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് കൂടിയാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള ഒരു ചിന്ത യുവാക്കൾക്കിടയിൽ വരും. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം 40 മുതൽ 50% വരുന്നത് യുവാക്കളാണ്. ആ യുവാക്കളെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് വലിയ ബുദ്ധിമുട്ടില്ലാതെ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറ്റും. പ്രത്യേകിച്ച് UPയിലും പഞ്ചാബിലും പല സ്ഥലത്ത് ഇലക്ഷൻ വരാൻ പോകുന്നുള്ളൂ, നിയമസഭാ ഇലക്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അത് BJPക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ്. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ ശരിക്ക് കാണുന്നത്? ഈ വിഷയം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല, അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ, 10 വർഷം കൃത്യമായിട്ട് പറയാൻ പറ്റും, ഒരു പോസിറ്റീവ് കോസിന് വേണ്ടി ജാതിയുടെയോ മതത്തിൻ്റെയോ മറ്റെന്തെങ്കിലും ട്രേഡ് യൂണിയൻ്റെയോ പാർട്ടികളുടെയോ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കോസിനെ മുന്നിൽ നിർത്തി ഒരു ജനക്കൂട്ടം സംഘടിക്കുകയാണ്. ജനക്കൂട്ടം സ്വയം സംഘടിക്കുകയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ. അപ്പോൾ ആ ജനക്കൂട്ടം അവർ ഫീൽ ചെയ്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തെരുവിൽ വരികയാണ്. നമ്മൾ പോയി അനൗൺസ് ചെയ്ത മീറ്റിംഗ് കൂടെ ഇവിടെ വിലക്കയറ്റം കൂടിയിരിക്കുന്നു, വില വർധനവിൻ്റെ സമരം, കേന്ദ്രവിരുദ്ധ സമരം, ഇങ്ങനെയുള്ള സമരങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് സംഘടിപ്പിക്കുകയല്ല ചെയ്തത്. ഇവിടെ ജനം വഴിയിലേക്ക് വരികയായത്. വഴിയിലേക്ക് വന്നതിൻ്റെ ലീഡർഷിപ്പ് അവർ തന്നെ സമരം മുമ്പോട്ട് കൊണ്ടുപോയ സമയത്ത് എല്ലാ കക്ഷികളും 10 ആൾ കൂടിയപ്പോൾ എല്ലാ കക്ഷികളും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. എല്ലാ പ്രതിപക്ഷ കക്ഷികളും, CPM വരെ അതിൻ്റെ, അതായത് ടെങ്സിയാവപ്പിങ്ങിനെ ആരാധിക്കുന്ന CPMൻ്റെ വരെ ഇതിന് വന്നു. അപ്പോൾ ടെങ്സിയാവപ്പിങ്ങിനെ എടുത്തു പറഞ്ഞ് ലോക ചരിത്രത്തിലെ വിദ്യാർത്ഥി യുവജന സമരങ്ങളെ ഏറ്റവും ക്രൂരമായി, അതായത് ടാങ്ക് കയറ്റി പിള്ളേരെ കൊന്നയാളാണ് ടെങ്സിയാവപ്പിങ്. അവരാണ് ഇവരുടെ ഗൈഡൻസ്, റഹീമിൻ്റെയൊക്കെ നേതാക്കന്മാർ. എന്നിട്ട് പോലും റഹീം പോലും സമരത്തിൽ പങ്കാളിയായി ഞങ്ങളൊക്കെ കൂടെയാണ് സമരം സംഘടിപ്പിച്ചതെന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന റഹീമിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്, രാഷ്ട്രീയ കക്ഷികൾ അതിപ്രസരം ഉണ്ടായാൽ, ഇടപെടുന്ന രീതി ഉണ്ടായാൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്ന് മാന്യമായിട്ട് വന്നു, എല്ലാ നേതാക്കന്മാരും പ്രതിപക്ഷ സമരമാണോ അല്ല കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ടല്ല രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധിയായിട്ട് വന്നു. അപ്പം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള നേതൃസങ്കല്പത്തിൽ നമ്മളിലൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ജനങ്ങളിലും. ആ പോസിറ്റീവ് ചേഞ്ച് കുറെ കൂടെ സിമെന്റ് ചെയ്യാനായിട്ട് എന്ത് സാധിച്ചു? ഈ സമരത്തിൽ രാഹുൽ ഗാന്ധി കൊടുത്ത പങ്കാളിത്തം, രാഹുൽ ഗാന്ധിയെക്കുറിച്ചുണ്ടായ അഭിപ്രായത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചിനെ കുറെ കൂടെ ശക്തിപ്പെടുത്തി. നാളെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയാൽ, ഇഷ്യൂ ബേസ്ഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് കുത്തിപ്പോക്കുന്ന ഇഷ്യൂ അല്ല ഇഷ്യൂ, മറിച്ച് ജനങ്ങൾ അവൻ്റെ എതിർപ്പ്, ഫ്രസ്ട്രേഷൻ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വരുന്നത്. ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പറയേണ്ട മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധി ഇതേ യുവാക്കളെ കേൾക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ചത്രോങ്കി ഗൂഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. വിദ്യാർത്ഥികളുടെ ശബ്ദം ചത്രോങ്കി ഗൂഞ്ച് പ്രോഗ്രാമിന്റെ പേരാണത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മൊത്തം യുവാക്കളെ, ഇന്ത്യയിലെ യുവാക്കളെ അവരുടെ ക്യാമ്പസിൽ പോയിട്ട് കാണുന്നു, അവരുമായിട്ട് സംവദിക്കുന്നു, ചർച്ച ചെയ്യുന്നു.
ഇപ്പൊ RSS ചെയ്യുന്നതും സെയിം സാധനമാണ്. അതായത് യുവാക്കളെ കേൾക്കണം RSS പറയുന്നു, യുവാക്കൾ നാളെയുടെ ഇന്ത്യയുടെ വാഗ്ദാനങ്ങളാണെന്ന് പറയുന്നു. പക്ഷെ അതേ RSS പിന്തുണക്കുന്ന BJPക്ക് അതിന് മറ്റൊരു കാഴ്ചപ്പാടാണ്. മാത്രമല്ല ഇന്നലെ രാജസ്ഥാനിൽ CJPയുടെ നേതാക്കന്മാർ പോയപ്പോൾ അവരെ കല്ലെടുത്തെറിയുന്നു, വടിയെടുത്ത് അടിക്കുന്നു, ചവിട്ടുന്നു. സ്കൂൾ സന്ദർശിക്കാൻ പോയപ്പോഴാണ് ഡൽഹി പോലീസിന്റെ അനുകരണം. ഡൽഹി പോലെ മറ്റൊരു മുഖം. പക്ഷെ അവിടെ ചെയ്യുന്നത് RSSഉം BJPക്കാരാണ്. ഇവർ ചെയ്യുന്നതൊന്നുമല്ല, ആ സ്കൂളിന്റെ പരിതാപകരമായ അവസ്ഥ വീഡിയോ എടുക്കുന്നു. കാരണം CJPയുടെ ആദ്യത്തെ സമരമായിരുന്നു. രണ്ടാമത്തെ കാര്യം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ്. കാരണം സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യണം, ശുചിമുറികൾ ഉണ്ടാവണം, ക്ലാസ് റൂമിൽ ബെഞ്ച് ഉണ്ടാവണം, ഡെസ്ക് ഉണ്ടാവണം, ബോർഡ് ഉണ്ടാവണം, ചോക്ക് ഉണ്ടാവണം. ഇങ്ങനത്തെ പല കാര്യങ്ങളും മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള അടുത്ത സാധനമാണ്. അപ്പോൾ ഏതൊക്കെ സ്കൂളിലാണോ അത് ഇല്ലാത്തത് അതിന്റെ വീഡിയോ സഹിതം എടുത്തുകൊണ്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളൊരു പ്രോഗ്രാം അവർ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ പോയപ്പോൾ ഇന്നലെ പല CJP നേതാക്കന്മാരെയും അതിക്രൂരമായിട്ടാണ് തല്ലി വേട്ടയാടപ്പെട്ടത് എന്നുള്ളതാണ്. ഇത് ഇത്തരം അടിച്ചമർത്തലുകൾ നടക്കുന്ന രണ്ട് സന്ദർഭത്തിലാണ്. ഒന്ന്, ഇവരുടെ സമരം ഒരു പബ്ലിക് ന്യൂസൻസ് ആയാൽ ന്യൂനപക്ഷത്തിൻ്റെ സമരമാണ്, 19 പേര് നിന്ന് ചെയ്യാമെന്നുള്ള ആ ഒരു ധാരണ വേണ്ട എന്ന് കാണിക്കാൻ വേണ്ടി വേണം അടിച്ചമർത്താം. മറിച്ച് ഇത് സംഭവിച്ചിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, CJP ഉയർത്തിയ ഡിമാൻഡിനോട് ആർക്കും എതിർപ്പില്ലുണ്ടോ? അവർ വളരെ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തത്. എന്നിട്ടും അവരെ അടിച്ചമർത്താൻ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അതോറിറ്റി, ഞാൻ ചീഫ് മിനിസ്റ്ററാണ്, എന്നെ ബഹുമാനിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാണ്, ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്, എന്നെ ബഹുമാനിക്കേണ്ടതിന് പകരം ഇത് നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്നെ ധിക്കരിക്കുക. എനിക്കൊരു നിവേദനം തന്നാൽ മതിയായിരുന്നു, ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുമായിരുന്നു. നിങ്ങൾ എന്തിനാണ് സമരത്തിന് പോയത്? എന്നെ മറികടന്നുകൊണ്ട് സമരത്തിൽ കൂടെ നിങ്ങൾ എന്ത് നേടാനാണ് പോകുന്നത്? ആ ഈഗോ ക്രാഷ് ഭയങ്കരമായിട്ടുണ്ടായി. പക്ഷേ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, ഇഷ്യൂ ബേസ്ഡ് ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഫീൽ ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കണം, കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ഇഷ്യൂ പറ്റിയല്ല. ആ ഇഷ്യൂ ബേസ്ഡ് പങ്കെടുപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും, ഇനി ഇവർ തന്നെ വിചാരിച്ചാൽ പോലും, രാഹുൽ ഗാന്ധി വിചാരിച്ചാൽ പോലും ഈ സമരത്തെ പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആശയം മുല്ലപ്പൂ വിപ്ലവം പോലെ ആശയം എത്തിക്കഴിഞ്ഞു. ഇനി അതിന് കോൺക്രീറ്റ് ഷേപ്പ് ഉണ്ടാവും, ക്രമത്തിൽ അതുണ്ടാവും. ആ സമയത്ത് BJPയിൽ ഇപ്പം നിൽക്കുന്ന പലരും ഇതിലേക്ക് വരും. നമ്മൾ കാലാകാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ജനതാ പാർട്ടിയിലേക്ക് എത്ര പേര് ചേർന്നു? കോൺഗ്രസിൽ ഉണ്ടായിരുന്നവർ ഒത്തിരി പേര് ചേർന്നു. കാരണം ജനതാ പാർട്ടി അന്ന് ഉയർത്തിയ ഇഷ്യൂസ് ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ജാതി മതവും കൊണ്ടൊന്ന് വിഭജിക്കാൻ നോക്കും. മണ്ഡൽ കമ്മീഷൻ വന്ന് അവിടെ ജനതാ പാർട്ടിയുടെ സമരത്തെ ഇല്ലാതാക്കി, സമരത്തിൻ്റെ സ്പിരിറ്റ് വെറും ജാതി സമരമാക്കി. അതുപോലത്തെ മാറ്റം ഇതിനുണ്ടാകരുത്. ഇപ്പം മുലായം സിംഗ് യാദവ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, ലല്ലു പ്രസാദ് യാദവ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു, കർപ്പൂരി താക്കൂർ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. ഇവരെയൊക്കെ യാദവ് നേതാക്കന്മാരും ജാട്ട് നേതാക്കന്മാരുമായി മാറ്റുക എന്നുള്ള ശ്രമത്തിലേക്ക് മാറിയപ്പോൾ ആ സമരം പൊളിഞ്ഞു, പാർട്ടിയും പൊളിഞ്ഞു, ജനതാ പാർട്ടിയും പൊളിഞ്ഞു. അതിൻ്റെ അവശിഷ്ടം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ജാതി, BJPയുടെ ഏറ്റവും വലിയ ആയുധം ജാതിയും മതത്തെ ഇപ്പം ഇതിനകത്ത് കൊണ്ടുവരും. ജാട്ട് നേതാ, നീ ജാട്ടാണോ, നീ ബ്രാഹ്മണനാണോ, അല്ല CJPക്കാർ ബ്രാഹ്മണനാണോ, അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ ദിവസം സംവരണത്തിനെതിരായി, ജാതി സംവരണത്തിനെതിരായി അവിടെ സമരം തുടങ്ങിക്കഴിഞ്ഞു. അത് ജാതി സംവരണത്തിൻ്റെ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ വളരെ പെട്ടെന്ന് പിന്നോക്കക്കാരനും മുന്നോക്കക്കാരനായിട്ട് തരംതിരിക്കും. സംവരണം ഒരു പ്രധാനപ്പെട്ട ആയുധമാണ്. അത് VP സിംഗ് ഉപയോഗിച്ച്, രണ്ടു കൂട്ടം തെറ്റായ ഉപയോഗിച്ചത്. VP സിംഗ് ഉപയോഗിച്ചു, അതുകൊണ്ട് ഇപ്പോഴും ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും മുലായം സിംഗൊക്കെ എപ്പോഴും ആ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉത്തർപ്രദേശിലെ പ്രമുഖ നേതാവായിരിക്കുന്നത്. അവിടെ ആ സമരത്തിൽ കാര്യമായ റോളില്ലാത്ത കോൺഗ്രസ്സുകാർ ഒന്നും അല്ലാതായി. രാജീവ് ഗാന്ധിയും പ്രിയങ്കയും ഒന്നുമല്ല, ഇന്ദിരാഗാന്ധിക്ക് വരെ തോൽവി കഴിക്കേണ്ടി വന്നത്. ആ സിറ്റുവേഷൻ മാറി ഒരു പോസിറ്റീവ് ചേഞ്ചിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് CJP ആണ് തുറന്ന് മുന്നിൽ തന്നിരിക്കുന്നത്. അവരെ ഡയറക്റ്റ് നിങ്ങളെ സഹായിക്കുന്ന രാഹുൽ ഗാന്ധി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പോകണമെന്ന് പറയുന്നില്ലുണ്ടോ? രാഹുൽ ഗാന്ധി ഇന്നലെ കൊടിയും 10 സേവാദ വാളണ്ടിയർമാരെയും KPCC വേണുഗോപാലിനെ പോലെ കുറേ ഭാരവാഹികളൊക്കെ ആയിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ചെന്നിരുന്നെങ്കിൽ ആ സമരത്തിൻ്റെ വില പോകുമായിരുന്നു. ഒരു ഷോ മാത്രമാകുമായിരുന്നു, മുദ്രാവാക്യ സമരം മാത്രമാകുമായിരുന്നു. മുദ്രാവാക്യം വിളിക്കുക, മടങ്ങിപ്പോവുക, അത്തരം സമരമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി അവിടെ ഒരു ഇഷ്യൂ വെച്ചു, FIR ഇടണം. അതിന് വീടങ്ങനെ തോന്നും. അതല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞത്. ആ ഡിമാൻഡ്, അതാ ഗാന്ധിയൻ രീതി. ഞാനിവിടെ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ എന്നാ വേണം ചെയ്തു, തല്ലാം കൊല്ലാം, എന്ത് വേണം ചെയ്യാം. അതിന് ആ തല്ലും എല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ ആവശ്യം ന്യായമാണ്, ആ ആവശ്യത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കും എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റി. അതിൻ്റെ മുമ്പിൽ ഉത്തർപ്രദേശിലെയും ഡൽഹിയിലെയും ഒക്കെ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. നാളെ അതിന് പ്രതികാരം ചെയ്യാൻ അവർ വരും. പക്ഷേ ഓരോ സമയം ഇവർ പ്രതികാരം ചെയ്യാൻ ചെല്ലും തോറും രാഹുൽ ഗാന്ധി അതിനേക്കാളൊക്കെ വളർന്നു വരികയാണ്. അത്രയും മാത്രം ഓർത്താണ്.